സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 38ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ കംപ്ലീറ്റ് സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി പഠിക്കുക, നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സിനെ പറ്റി പഠിക്കുന്ന ഒരു കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ബേസിക്സ് പഠിച്ചു, അതിനുശേഷം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും ഫണ്ടമെന്റൽ അനാലിസിസും അതിന്റെ ബേസിക്സ് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണെന്നും അത് എങ്ങനെ ചെയ്യണമെന്നും ടെക്നിക്കൽ അനാലിസിസും പ്രൈസ് ആക്ഷൻ ട്രേഡിംഗും അതിന്റെ എല്ലാം ബേസിക്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ബേസിക്സിനെ പറ്റി പഠിക്കുന്ന ഈ ഒരു കോഴ്സിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കുറച്ച് കാര്യങ്ങളുടെ കൂടി വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ ഇനി എൻ്റർ ചെയ്യുന്നത്. അത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബേസിക്സിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് തിരിച്ചു വന്നുകൊണ്ട് ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും എല്ലാം കുറെ കൂടെ വിശദമായി ഈ ചാനലിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ളതാണ്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം ആൾക്കാർക്ക് ഇതിൽ ഡൗട്ട് ഉണ്ട്. നിങ്ങൾ പലപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട്, എന്താണ് സ്വിംഗ് ട്രേഡിംഗ്? സ്വിംഗ് ട്രേഡിംഗും പൊസിഷണൽ ട്രേഡിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ഇൻട്രാഡേ ട്രേഡിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ഡിഫറൻസ് ആണുള്ളത്? ഇങ്ങനെ കുറേ അധികം ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് ആണെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് ടെക്നിക്ക് തന്നെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്വിംഗ് ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗിനെയും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് സ്വിംഗ് ട്രേഡിംഗിനുള്ളത്, സ്വിംഗ് ട്രേഡിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ഏറ്റവും അവസാനമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ആക്ച്വലി സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്റെ ആ ഒരു സ്ട്രാറ്റജിയും എന്റെ ആ മെത്തേഡും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. ഇതെല്ലാം വളരെ നന്നായിട്ട് പഠിക്കാനായിട്ട്. The name is Shariq Shamsuddin. Welcome to Fundfolio. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. Swing trading is a trading strategy where an asset is held for few days or few weeks. മനസ്സിലായോ? അതായത് നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട്, ഒരു അസറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് അതിനെ ഡെലിവറി എടുത്തിട്ട് കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ആഴ്ചത്തേക്ക് ഹോൾഡ് ചെയ്ത് വിൽക്കുന്നതിനെയാണ്, അങ്ങനെ ഒരു ട്രേഡ് നടത്തുന്നതിനെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുൻപ് ഒരു മിത്ത് ഇവിടെ നമ്മൾ ബേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് സ്വിംഗ് ട്രേഡിങ്ങും പൊസിഷണൽ ട്രേഡിംഗ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. സ്വിംഗ് ട്രേഡിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ, മാക്സിമം ഒരു മാസം വരെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന, അത്രയും ദിവസത്തേക്ക് ഡെലിവറി എടുക്കുന്നതിനെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ, പൊസിഷണൽ ട്രേഡിംഗ് ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ്. അതായത് ഇൻട്രാഡേ അല്ല, സ്വിംഗ് ട്രേഡിംഗും അല്ല, എന്നാൽ കുറച്ചൊരു വലിയ ലോങ് ടേമിലേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതിനാണ് പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് കുറച്ച് മാസങ്ങളാകാം, കുറച്ച് വർഷങ്ങളാകാം, കുറെ അധികം വർഷങ്ങളാകാം. അപ്പോൾ അവിടെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഹോൾഡിംഗ് പീരീഡ് ഇല്ല, ലോങ് ടേം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് പൊസിഷണൽ ട്രേഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗും എന്താണ് സ്വിംഗ് ട്രേഡിംഗും എന്താണ് പൊസിഷണൽ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് പിക്ടോറിക്കലി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ ഗ്രാഫ് ഇവിടെ വായിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം കുറെ വീഡിയോകൾക്ക് ശേഷമാണ് നമ്മൾ ബോർഡിന് മുന്നിൽ നിന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിഫ്രഷിംഗ് ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് ചാർട്ടിലേക്ക് നോക്കിയിട്ട് വളരെയധികം ഈസി ആയിട്ട് ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ് ആണ്. ഇത് ഒരു വർഷത്തിലുള്ള പ്രൈസ് മൂവ്മെന്റ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അറിയുന്ന പോലെ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് നേരെ മുകളിലേക്ക് പോകുകയോ നേരെ താഴേക്ക് പോകുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പോകുകയോ ഇല്ല. അതിന് എപ്പോഴും കയറ്റ ഇറക്കങ്ങൾ ഉണ്ടാകും, ശരിയല്ലേ? ഹൈസും ലോസും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഏറെക്കുറെ ഇങ്ങനെ മൂവ്മെന്റ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുക. ഇവിടെ ഒരു ഹൈ വന്നു, പിന്നെ ഒരു ലോ വന്നു, അതിനിടയിലും ഹൈസും ലോസും ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു 1 ഇയറിന്റെ ടൈം പീരീഡ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരാൾ എൻറ്റർ ചെയ്യുകയാണ്, ഇവിടെ ഒരാൾ ബൈ ചെയ്തു, അയാൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണ്. അപ്പോൾ അയാൾ ഇവിടെ ബൈ ചെയ്യുന്നത് ഇവിടെ നല്ലൊരു പ്രൈസിന് നല്ലൊരു സ്റ്റോക്ക് ആണെന്ന് കണ്ടു, അയാളുടെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഇവിടെ ബൈ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു വർഷത്തേക്ക് അയാൾ ഹോൾഡ് ചെയ്യുകയാണ്. ഈ ഒരു വർഷത്തേക്ക് ഹോൾഡ് ചെയ്ത് പ്രൈസ് ഇവിടെ എത്തുമ്പോൾ അയാൾ സെല്ല് ചെയ്യുകയാണ്.
അപ്പോൾ ഇതൊരു പൊസിഷണൽ ബേസ്ഡ് ട്രേഡ് ആണ്, ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. 1 ഇയർ എന്നുള്ളത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇത് 2 വർഷമാകാം, 5 വർഷമാകാം, 10 വർഷമാകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഇവിടെ ബൈ ചെയ്തു, അതിനിടയിൽ പ്രൈസ് മുകളിലേക്ക് പോയി, അതിനുശേഷം ഇവിടെ ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്, അതൊന്നും അയാളെ കൺസേൺ ചെയ്യിക്കുന്നില്ല. ലോങ് ടേം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഇടയ്ക്ക് ഉണ്ടാകുന്ന കയറ്റ ഇറക്കങ്ങളൊന്നും ഒരിക്കലും കൺസേൺ ചെയ്യിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്നത് വളരെ വലിയൊരു ഡിപ്പാണ്, അതിനുശേഷം ഹൈ ഉണ്ടായി, എന്നാൽ അതിനുശേഷം പിന്നെയും താഴെ വന്നു. എന്നാൽ ഈ ഒരു പോയിന്റിൽ ഹൈനേക്കാളും ചെറിയൊരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് അയാൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ വളരെ വ്യക്തമാണ്. ഇവിടെ ഇയാൾ 1 ഇയറിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത്, അപ്പോൾ 1 ഇയർ കഴിഞ്ഞപ്പോൾ അയാൾ എക്സിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിന്റെ മൈൻഡ് സെറ്റ്, അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻട്രാഡേ ട്രേഡർ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് 1 വർഷത്തിന്റെ ചാർട്ടാണ്, ശരിയല്ലേ? അപ്പോൾ ഇതിൽ ഓരോ പോയിന്റ്സ് ഉണ്ട് അല്ലെ, ഓരോ പോയിന്റ്സും ഓരോ ദിവസത്തിന്റെ പ്രൈസസ് നമുക്ക് തരും. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് ഒരു ദിവസമല്ലേ, ആ ഒരു ദിവസത്തിന് നിങ്ങൾക്ക് ഇവിടെ പുറത്തേക്ക് എടുത്ത് നമുക്കൊന്ന് സൂം ചെയ്ത് കണ്ടു നോക്കാം. അപ്പൊ ഈ ഒരു ദിവസത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ദിവസത്തിനകത്തും പ്രൈസ് മൂവ്മെന്റ്സ് ഉണ്ടാകില്ലേ. അപ്പൊ നിങ്ങൾ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഈ ദിവസത്തിനകത്തേക്ക് സൂം ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ സേ ഇങ്ങനൊരു മൂവ്മെന്റ് എന്തെങ്കിലും കാണുന്നുണ്ടാകും, ശരിയല്ലേ? അപ്പോ ഒരു ഇൻട്രാഡേ ട്രേഡർ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു വർഷമോ ഒരു വലിയ ടൈം ഫ്രെയിമോ അയാളെ സംബന്ധിച്ചിടത്ത ഒരു കാര്യമല്ല. അയാൾ ഒരു ദിവസത്തിന്റെ ചാർട്ടിലേക്ക് നോക്കിയിട്ട് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയാണ്. കണ്ടോ, ഇവിടെ ഒരു അപ്പ് മൂവ്മെന്റ് കിട്ടുന്നുണ്ട്, അപ്പോൾ ഇവിടെ അദ്ദേഹം ബൈ ചെയ്തിട്ട് ഇവിടെ സെല്ല് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് തന്നെയല്ലേ ഇൻട്രാഡേ ട്രേഡർ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നതും പലപ്പോഴും ഇത് തന്നെയല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്വിംഗ് ട്രേഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ ഒരു റിട്രേസ്മെന്റ് നടന്നിട്ടുണ്ട്. നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെന്റിന്റെ വീഡിയോയിൽ പഠിച്ചതാണ് എന്താണ് റിട്രേസ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു റിട്രേസ്മെന്റ് നടന്നു, പിന്നെയും മുകളിൽ പോയി, പിന്നെയും ഒരു റിട്രേസ്മെന്റ് നടന്നു. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡർക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് ഇനിയും ഇത് ബുള്ളിഷ് ആയിട്ട് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായിട്ട് അദ്ദേഹം ഇവിടെ ബൈ ചെയ്തിട്ട് പ്രോബബ്ലി ഇതൊരു മാസമോ അല്ലെങ്കിൽ 2-3 ആഴ്ചയായിരിക്കും. അപ്പോൾ ഇവിടെ വരെ വെയിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? എക്സാമ്പിൾ ആണ്, ഒരു 3 ആഴ്ച കൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയാണ്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളോ കുറച്ച് ആഴ്ചകളിലേക്കോ വാങ്ങിച്ച് വെച്ച് ഡെലിവറി എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇൻട്രാഡേ ട്രേഡിംഗും സ്വിംഗ് ട്രേഡിംഗും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. ഇവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ തീർച്ചയായും ചെയ്യേണ്ടതാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇവ മൂന്നിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഇത് മൂന്നും ഫോളോ ചെയ്യുമ്പോൾ എന്ത് പ്രോസും കോൺസും ആണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് അതൊരു വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ളത് വളരെ നന്നായി മനസ്സിലാക്കാനും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലാക്കാനും അത് എങ്ങനെ ചെയ്യാം എന്ന് പഠിക്കാനുമാണ്. എങ്ങനെയാണ് ഒരു സ്വിംഗ് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക, നിങ്ങളുടെ ബ്രോക്കർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വിംഗ് ട്രേഡ് ആണ് എടുക്കുന്നത് എന്ന് എങ്ങനെയാണ് അറിയിക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ഡൗട്ട് ആണ്, പക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഡെലിവറി ഓർഡർ ആയിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ ഹോൾഡിംഗ്സിലേക്ക് വരും, അടുത്ത ദിവസം ഹോൾഡിംഗ്സിലേക്ക് വരും. 1 ആഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞോ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഓർഡർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡെലിവറി ബേസ്ഡ് ഓർഡർ നിങ്ങൾ എടുക്കുക. ഇവിടെ നമ്മൾ ഡെലിവറി എടുക്കുന്നത് കൊണ്ട് നമ്മൾ ലോങ് പൊസിഷനിലാണ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറെക്കുറെ അത് ശരിയാണ്. സ്റ്റോക്സിന്റെ കാര്യത്തിൽ കമ്പനിയുടെ ഇക്വിറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലോങ് പൊസിഷനിൽ മാത്രം പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം ബൈ ചെയ്യുക, കുറെ കഴിഞ്ഞ് വില കൂടുമ്പോൾ വിൽക്കുക, അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുക. എന്നാൽ ഇവിടെ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. നിങ്ങൾ FNOനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ്സ് ആയ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡെലിവറി ബേസ്ഡ് ഷോർട്ട് സെല്ലിംഗും ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ പറ്റി പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസിലേക്ക് പോകാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് പാസീവ് ട്രേഡേഴ്സിനെ, അതായത് ആക്റ്റീവ് അല്ലാതെ പാർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരു വളരെ നല്ല സ്ട്രാറ്റജിയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിലേക്ക് നോക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡിംഗ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും ആ പ്രൈസ് ഫ്ലക്ച്വേഷനിലേക്ക് നോക്കണമെന്നില്ല, ഓരോ നിമിഷവും എന്ത് പറ്റുമെന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വരുന്നില്ല. നിങ്ങൾ ഒരു ദിവസം വാങ്ങിച്ചിട്ട് അത് മുകളിലേക്ക് പോകുമെന്ന എക്സ്പെക്ടേഷനിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പാസീവ് ട്രേഡേഴ്സിന് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഓട്ടോ സ്ക്വയർ ഓഫ് ഇല്ലാത്തത് കൊണ്ട് ഹയർ ആക്യുറസി ലോങ് ടേമിൽ കിട്ടും എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം ഒരാൾ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണ്, അതിന്റെ വില മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വാങ്ങുകയാണ്. അത് അദ്ദേഹം ഇൻട്രാഡേ ബേസിസിലാണ് വാങ്ങിയിരുന്നത് എങ്കിൽ അതിന്റെ പ്രൈസ് വാങ്ങിച്ച സ്ഥലത്ത് നിന്ന് കുറഞ്ഞ് താഴോട്ട് വരികയായിരുന്നെങ്കിൽ അത് വിൽക്കലല്ലാതെ വേറൊരു ഓപ്ഷൻ അയാളുടെ കയ്യിലില്ല. അല്ലെങ്കിൽ അത് വൈകിട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആയി പോകും. എന്നാൽ നിങ്ങൾ സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ, ഡെലിവറി ബേസ്ഡ് ആണ് ട്രേഡ് എടുത്തത് എങ്കിൽ അന്നത്തെ ദിവസം അത് വളരെയധികം താഴ്ന്നു പോയാലും നിങ്ങൾ
ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓട്ടോ സ്ക്വയർ ഓഫ് ആകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, അടുത്ത ദിവസമോ അതിനടുത്ത ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും അതിന്റെ വില കൂടി നിങ്ങൾ വാങ്ങിച്ച വിലയേക്കാളും മുകളിൽ എത്തിയാൽ മതി എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറെ ടെൻഷൻസ് കുറഞ്ഞു വരും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിന് വളരെ ശക്തമായിട്ടുള്ള ഫണ്ടമെന്റൽ സ്റ്റഡീസ് ഒന്നും നടത്തണമെന്നില്ല. അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൊക്കെ ഉള്ളതുപോലെ നിങ്ങൾ വാല്യുവേഷൻ കണ്ടുപിടിക്കാനും കമ്പനീനെ പറ്റി മുഴുവൻ ആനുവൽ റിപ്പോർട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കാനും അത്ര അധികം എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. അതിനേക്കാളും വളരെ ഈസി ആയിട്ട് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ ടെൻഷൻ അടിക്കുന്ന മൊമെന്റ്സ് കുറവായിരിക്കും എന്നുള്ളതാണ്. ഇൻട്രാഡേയുടെ കമ്പാരിസണിലാണ് പറയുന്നത്. ഇൻട്രാഡേ നിങ്ങൾ പലരും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഓരോ ദിവസം എത്ര നേരമാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, സ്ട്രെസ്ഡ് മൊമെന്റ്സ് എത്ര ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാം. അതായത് നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം പ്രൈസിന്റെ ഓരോ വലിയ മൂവ്മെന്റ്സ് കാണുമ്പോഴും നമുക്ക് വളരെ വലിയ അകത്തൊരു ടെൻഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ അത് ഒഴിവാകുന്നുണ്ട്. ശരിയല്ലേ? നിങ്ങൾ ഒരു തവണ എൻ്റർ ചെയ്യുകയാണ്, അത് ആ ഒരു ദിവസം താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വരുന്നില്ല, മുന്നിലേക്ക് കയറുമെന്നൊരു പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വിംഗ് ട്രേഡിംഗിന്റെ കേസിൽ ടെൻഷൻ ഒരിക്കൽ വരികയാണെങ്കിൽ അത് വളരെ വലുതായിട്ടായിരിക്കും വരിക. അതായത് നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം അത് വലിയൊരു ഡിപ്പിൽ താഴേക്ക് പോയി അത് പിന്നെ താഴോട്ടേ പോകുന്നുള്ളൂ എന്ന് കാണുകയാണെങ്കിൽ വളരെ വലിയ ടെൻഷന്റെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഞാൻ എപ്പോഴും ഗോൾ ബേസ്ഡ് ടാർഗറ്റ്സ് ഡിഫൈൻ ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ മാസം ഒരു 10% 15% റിട്ടേൺസിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഗോൾസ് ഡിഫൈൻ ചെയ്ത് അങ്ങനത്തെ ടാർഗറ്റ്സ് വെക്കുന്നവർക്ക് സ്വിംഗ് ട്രേഡിംഗ് വഴി ഈസിലി ആ ഒരു 5 to 10 to 15% ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ 5 അഡ്വാൻറ്റേജസിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് കാണാൻ പറ്റുന്നത്? ഇൻട്രാഡേനേക്കാളും റിസ്ക് കുറവാണ്, കുറെ കൂടെ സേഫ് ആണ്, എന്നാൽ റിട്ടേൺസും അതുപോലെ കുറവാണ്. അതുപോലെ നിങ്ങൾ ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റിട്ടേൺസ് കുറവാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന്റെ സ്വിംഗ് ട്രേഡിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ കൂടുന്നു. പെർസെന്റേജ് കുറവായിരിക്കും, പക്ഷേ സംഭവം പൈസയായിട്ട് കയ്യിലേക്ക് വരും, നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസിനെ പറ്റി സംസാരിക്കാം. ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗിൽ വളരെ വലിയ റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ വളരെ വലിയൊരു ക്യാപിറ്റൽ വേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇവിടെ സാധാരണ ബ്രോക്കേഴ്സ് ഒന്നും തന്നെ ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ എമൗണ്ട് തന്നെ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊരു വളരെ വലിയ ഡിഫക്റ്റ് ആണ്. എന്നാൽ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്സ്റ്റോക്സിന്റെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ ഡെലിവറി ട്രേഡ്സ് എടുക്കുമ്പോൾ പോലും 2x ലിവറേജ് തരുന്നു. MTF എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അപ്സ്റ്റോക്സ് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോഴത്തെ പോലെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് റിസ്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഡെലിവറി എടുത്തിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾ കിടന്നുറങ്ങുകയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതായത് മാർക്കറ്റിന് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, ജനറൽ എക്കണോമിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആ കമ്പനിയിൽ നിങ്ങൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറെ അധികം റിസ്കുകൾ ഉള്ള സ്ഥിതിക്ക് ചിലപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ വലിയൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ലോങ് പൊസിഷനിലാണ് ഉണ്ടായിരുന്നത് എങ്കിൽ വളരെ വലിയൊരു നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചേക്കാം. ഇതിന് വേറെ ഒരു എക്സാമ്പിളും തരേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഹോൾഡിംഗ്സ് ഉണ്ടായവർ എല്ലാവർക്കും ഒരു വളരെ വലിയ രീതിയിൽ താഴേക്ക് പോയത് അവർ കണ്ടിട്ടുണ്ടാകും. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വിംഗ് ട്രേഡിംഗിന് നിങ്ങൾ എന്തായാലും ലോങ് ടേമിലേക്കല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ കുറച്ച് ദിവസത്തേക്കോ കുറച്ച് ആഴ്ചത്തേക്കോ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര വലിയൊരു ഡിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ, ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ പ്രൈസ് തിരിച്ച് കയറി വന്നു കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൺസേണേ അല്ല. കാരണം അയാൾ ഒരു വർഷത്തേക്കും 4 വർഷത്തേക്കും 5 വർഷത്തേക്കും ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു ദിവസം ഗ്യാപ് ഡൗൺ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു വിഷയവുമില്ല. കാരണം ഒരു മാസം കഴിഞ്ഞാലും 2 മാസം കഴിഞ്ഞാലും നല്ല സ്റ്റോക്ക് ആണെങ്കിൽ അതിന്റെ പ്രൈസ് കയറി തന്നെ വരും. എന്നാൽ സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു താഴ്ച പെട്ടെന്ന് വരികയാണെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ വലിയ ടൈം എടുക്കുകയാണെങ്കിൽ അവിടെ അയാളുടെ ക്യാപിറ്റൽ ബ്ലോക്ക് ആയി പോകും. അപ്പോൾ ഇവിടെ നമ്മൾ അവസാനം മെൻഷൻ ചെയ്ത ക്യാപിറ്റൽ ബ്ലോക്ക് എന്നുള്ളത് തന്നെയാണ് മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. അതായത് നിങ്ങളൊരു ലോങ് ടേമിലേക്ക് വലിയ ക്യാപിറ്റലുമായിട്ട് എൻട്രി ചെയ്യുകയാണ്, നിങ്ങളൊരു എക്സ്പെക്ടേഷനോട് കൂടി തന്നെയാണ് ഒരു സ്റ്റോക്കിലേക്ക് ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ പോലെ അവിടെ നടന്നില്ല എങ്കിൽ നിങ്ങളുടെ ആ കംപ്ലീറ്റ് ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ആയി പോവുകയാണ്. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആകുന്നു. മാർക്കറ്റിന്റെ ട്രെൻഡ് മാറാം, മാർക്കറ്റ് സൈഡ് വേസ് ട്രെൻഡിലേക്ക് പോകാം, അങ്ങനെ പല പ്രശ്നങ്ങൾ സംഭവിക്കാം. അതെല്ലാം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ബ്ലോക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ട്രേഡ്സ് എടുക്കാൻ പറ്റുന്നില്ല. അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങളൊരു നിസ്സഹായ അവസ്ഥയിലേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും കുറച്ച് റിസ്കുകൾ കൂടി സ്വിംഗ് ട്രേഡിംഗിനുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ വേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ എന്ത്
ട്രേഡിംഗ് സ്റ്റൈലാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ എന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും മറ്റു കാര്യങ്ങളിൽ ബിസി ആകുന്നതുകൊണ്ട് എപ്പോഴും മാർക്കറ്റിനെ ആക്റ്റീവ്ലി വാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പല സാഹചര്യങ്ങളിലും സ്വിംഗ് ട്രേഡ്സ് ഓപ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ടോ ആ ക്യാപിറ്റലിനെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്നതാണ് കംപ്ലീറ്റ് ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റലിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് അത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിൽ ചെയ്യാം, ഗോൾഡ് പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ബാക്കിയുള്ള ക്യാപിറ്റലിൽ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ചെയ്യാം, കുറച്ച് സ്വിംഗ് ട്രേഡിംഗിന് ഉപയോഗിക്കാം, കുറച്ച് ഇൻട്രാഡേ ട്രേഡിംഗിന് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിനെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡറും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ വീഡിയോ തീരുന്നതിന് മുൻപ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ എങ്ങനെയാണ് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1 കറക്റ്റ് സ്റ്റോക്ക് സെലക്ഷൻ, 2 കറക്റ്റ് എൻട്രി പോയിന്റ്, 3 എക്സിറ്റിംഗ് അറ്റ് ദ റൈറ്റ് ടൈം. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഞാൻ ഇതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ സംസാരിക്കേണ്ടത്, നിങ്ങൾ എവിടെ സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി വായിക്കുകയാണെങ്കിലും എല്ലാവരും പറയുക സ്വിംഗ് ട്രേഡിംഗ് ടെക്നിക്കൽ അനാലിസിസ് വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറയും. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. സ്റ്റോക്ക് സെലക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഫണ്ടമെന്റൽ അനാലിസിസ് ഉപയോഗിക്കുക, എൻട്രിക്കും എക്സിറ്റിനും വേണ്ടി നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റോക്ക് സെലക്ഷനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഇവിടെ ഫണ്ടമെന്റൽ അനാലിസിസ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും അതിന്റെ ആനുവൽ റിപ്പോർട്ടിലേക്ക് നോക്കുകയോ അതിന്റെ പി റേഷ്യോ പോലുള്ള ഫിനാൻഷ്യൽ റേഷ്യോസിലേക്ക് നോക്കുകയോ അതിനെ കംപ്ലീറ്റ്ലി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ വേണ്ടത് ഹൈ ഗ്രോത്ത് ഉള്ള, മുന്നിലേക്ക് നല്ല മൊമെന്റത്തിൽ ഗ്രോ ചെയ്യുമെന്ന് ഉറപ്പുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണം. അത്ര മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഏറ്റവും നല്ല ടൂൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ നിഫ്റ്റി 50 എടുത്തുകൊണ്ട് അതിൽ ഏറ്റവും ടോപ്പ് കമ്പനീസ് എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഹൈ ഗ്രോത്ത് കമ്പനീസ് അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് എപ്പോഴും ഹൈ പ്രോബബിൾ ട്രേഡ്സ് ആണ് വേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എല്ലാ കമ്പനീസ് നോക്കുകയാണെങ്കിലും ഏറ്റവും ഹൈയസ്റ്റ് പ്രോബബിലിറ്റി നന്നായി ഗ്രോ ചെയ്യാനും മുകളിലേക്ക് പോകാനും ഈ നിഫ്റ്റി 50യിലെ ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 20 കമ്പനീസിനായിരിക്കില്ലേ? അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന അതാണ്. നിഫ്റ്റി 50യിലെ ടോപ്പ് കുറെ കമ്പനീസിനെ എടുത്തുകൊണ്ട് ഞാൻ എന്റെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കും. ഈ ടോപ്പ് കമ്പനീസിനെ സെലക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ സ്വിംഗ് ട്രേഡ് ചെയ്യുക. ഇവിടുത്തെ ലോജിക്ക് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇവ ഹൈ ഗ്രോത്ത് ബ്ലൂ ചിപ്പ് കമ്പനീസ് ആണ്. എന്തൊക്കെ സംഭവിച്ചാലും വളരെ ഹൈ പ്രോബബിലിറ്റി ആണ് വിത്ത് ടൈം ഇവർ മുകളിലേക്ക് തന്നെ പോകാനായിട്ട്. അപ്പോൾ ആ മുകളിലേക്കുള്ള ഗ്രോത്തിനെ ഞാൻ ക്യാപിറ്റലൈസ് ചെയ്യും എന്നുള്ളതാണ് എന്റെ പ്ലാൻ. രണ്ടാമത്തെ കാര്യം ഡിസ്കസ് ചെയ്യേണ്ടത്, സ്റ്റോക്കുകൾ കുറെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എൻട്രി പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസിന്റെ പല ടൂൾസ് ഉപയോഗിക്കണം. ഞാൻ കോമൺലി ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞു തരാം. അതായത് ഈ സ്റ്റോക്കുകൾ എല്ലാം നിങ്ങൾ തുറന്ന് നോക്കണം. ഇതിൽ ആദ്യം നമ്മൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വളരെ കോമൺലി ഉപയോഗിക്കുന്ന കാര്യം മൂവിംഗ് ആവറേജ് ആണ്. എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 200 ടൈം പീരീഡിന്റെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യുന്ന കാണാൻ പറ്റും. അതിലൂടെ വളരെ മീനിങ് ഫുൾ ട്രേഡ്സ് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഐദർ 30 മിനിറ്റിന്റെ ക്യാൻഡിലോ അല്ലെങ്കിൽ 1 ഡേന്റെ ക്യാൻഡിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് ഇത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മൂവിംഗ് ആവറേജ് നോക്കുമ്പോൾ എന്തായാലും നമുക്കൊരു ട്രെൻഡ് അനാലിസിസ് കിട്ടും, എന്ത് ട്രെൻഡിലാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ആ ഒരു ട്രെൻഡ് അനാലിസിസിലൂടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അടുത്ത കാര്യം ഞാൻ ഉപയോഗിക്കുന്നത് പിവറ്റ് പോയിന്റ്സ് ആണ്. ഇത് നിങ്ങൾ ഇൻട്രാഡേയിൽ പോലെ അല്ല, നിങ്ങൾ 1 ഡേന്റെ ക്യാൻഡിൽ സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ പിവറ്റ് പോയിന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി പിവറ്റ് പോയിന്റ്സ് കിട്ടും. അപ്പോൾ അത് വെച്ചും നിങ്ങൾക്ക് നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റും. അടുത്ത കാര്യം ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ ആണ്. അതിലൂടെ വളരെ നല്ല രീതിയിലുള്ള പിവറ്റ് പോയിന്റ്സും സപ്പോർട്ടും റെസിസ്റ്റൻസും പിന്നെയും കണ്ടെത്താൻ പറ്റും. ഇതിനെ നേരത്തെ പറഞ്ഞ പിവറ്റ് പോയിന്റ്സുമായിട്ട് ക്ലബ്ബ് ചെയ്ത് കൂടി നല്ല നല്ല ട്രേഡ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു ടൂൾ പറയുകയാണെങ്കിൽ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ തന്നെ ചാർട്ട് പാറ്റേൺസിനെ വളരെ നന്നായി നോക്കിയിട്ട് നല്ല ബ്രേക്ക് ഔട്ട്സ് മനസ്സിലാക്കാനും നല്ല സപ്പോർട്ടും റെസിസ്റ്റൻസും പോയിന്റ്സും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ടൂൾസ് എല്ലാം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ജുഡീഷ്യസ്ലി വൈസ്ലി നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല ട്രേഡ്സ് നിങ്ങൾക്കും എടുക്കാൻ പറ്റും. അപ്പോൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്, എങ്ങനെ എക്സിറ്റ് അടിക്കാം എന്നുള്ളത്. ഇവിടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഉത്തരം ഞാൻ തരാം. അതായത് നിങ്ങൾ പലർക്കും ഡൗട്ടുള്ള കാര്യമാണ്, അത് ഇൻട്രാഡേയിലാണെങ്കിലും സ്വിംഗ് ട്രേഡിംഗിലാണെങ്കിലും രണ്ട് സ്ഥലത്തും ഉപയോഗം വരുന്ന ഒരു കാര്യമാണ് എക്സിറ്റ് സ്ട്രാറ്റജി എന്നുള്ളത്. അപ്പോൾ എക്സിറ്റ് സ്ട്രാറ്റജിന്റെ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇതിന്റെ തിയറിയിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചാർട്ടിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക, പ്രൈസ് എവിടെയാണ് താഴോട്ട് പോകാൻ സാധ്യത എന്ന് മനസ്സിലാക്കി അങ്ങനെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതും ഞാൻ ടെലിഗ്രാം ചാനലിലാണെങ്കിലും പറയുന്നത് ഈ കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഗോൾ ബേസ്ഡ് എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടാവുക, ഗോൾ ബേസ്ഡ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ക്ലിയർ ആണ്. ഞാനൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിലും സ്വിംഗ് ട്രേഡ് ആണെങ്കിലും എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വളരെ വ്യക്തമായിരിക്കും അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് വേണമെന്ന് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു പ്രോഫിറ്റിലേക്ക് അത് എത്തുകയാണെങ്കിൽ അവിടെ തന്നെ അതിനെ എക്സിറ്റ് ആയി ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യലാണ് ഞാൻ ചെയ്യുന്നത്. ചില സാഹചര്യങ്ങളിൽ ട്രെയിലിംഗ് SL ഉപയോഗിക്കാറുമുണ്ട്.
കണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ടെക്നിക്കാണിത്, ശരിയല്ലേ? അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്യാപിറ്റലിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല ട്രേഡേഴ്സ് എല്ലാവരും ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്ത് കൂടുതൽ പേരെ പഠിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.